ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി BJPയിൽ നിന്നും കൂട്ടരാജി. ഇതോടുകൂടി സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഹരിയാനയിൽ മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ രാജിവെച്ച സമയത്ത് തന്നെ BJPയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതാണ്. അതോടുകൂടി ദുഷ്യന്ത് ചൗട്ടാല BJPക്കുള്ള പിന്തുണയും പിൻവലിച്ചു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കൃത്യമായി ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന്, ഇത് ഒരു വൺ സൈഡഡ് വിക്ടറി ആകുമെന്ന് ഒക്കെയുള്ള പ്രവചനം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 90 നിയമസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നു. ഒക്ടോബർ 4-ാം തീയതി വോട്ടെണ്ണൽ. 90-ൽ 70-ൽ കൂടുതൽ സീറ്റുമായി 4-ൽ 3 ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ഒട്ടുമിക്ക അഭിപ്രായ സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. ഇത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. BJPയിൽ ഇനി തുടരേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വ്യക്തമായ കാരണം പറയുകയാണ്. നമുക്കറിയാം, ഹരിയാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 10 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ 5 സീറ്റുകൾ കോൺഗ്രസ് ആണ് നേടിയെടുത്തത്. ആം ആദ്മി പാർട്ടി കൂടി സഖ്യം ചേർന്നാണ് മത്സരിച്ചത്. ആം ആദ്മി പാർട്ടി കുരുക്ഷേത്രയിൽ രണ്ടാമതെത്തിയെങ്കിൽ പോലും BJPയുടെ നട്ടെല്ലൊടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രമേൽ ശക്തമായിരുന്നു അവർ. ഇത്തവണ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ്, റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രൺദീപ് സുർജേവാല അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മാറ്റുരയ്ക്കുന്ന ഹരിയാനയിൽ തീർച്ചയായും കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിലും, അതുപോലെ രാജ്യ തലസ്ഥാനത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്ഥാനം എന്ന ഒരു ഖ്യാതിയുള്ളതിനാൽ അവിടുത്തെ ജല വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡൽഹി ജനത ആശ്രയിക്കുന്ന ഹരിയാനക്കാരെയാണ്. ഹരിയാനയുടെ രാഷ്ട്രീയം മാറി മറിഞ്ഞാൽ തീർച്ചയായും ഡൽഹിയിൽ ഉള്ള ആം ആദ്മിക്ക് വലിയ ആശ്വാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ഒരു ഡിമാൻഡും ആം ആദ്മി വെക്കുന്നില്ല. ആകെ കോൺഗ്രസ് ജയിച്ച് കാണണം, ഇന്ത്യ മുന്നണി വിജയിക്കണം എന്ന തീവ്രമായ ആഗ്രഹം മാത്രമാണ് ആം ആദ്മി നേതാക്കൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് വീണ്ടും അധികാരം കൈകളിലേക്ക് കിട്ടും. സൈനി സർക്കാരിന് വലിയ തിരിച്ചടി ആയിരിക്കും. മുഖ്യമന്ത്രി സൈനിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും 8 നിലയിൽ പൊട്ടാൻ ഉള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് BJP നേതൃത്വം തന്നെ കൃത്യമായി അവലോകനം നടത്തിയിരിക്കുന്നു. അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു രീതിയിലും 2 അക്കം കടക്കാനുള്ള സാധ്യത പോലും ഇല്ല എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രമേൽ സുസജ്ജമാണ് കോൺഗ്രസ്. ഹരിയാനയിലെ 2 കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിൽ അടിപൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വോട്ടെണ്ണൽ ഒക്ടോബർ 4-ാം തീയതി ആയതുകൊണ്ട് എല്ലാ കണ്ണുകളും ഹരിയാനയിലേക്ക് തന്നെയാണ്. ഹരിയാനയുടെ നിയമസഭ മറ്റൊരു കുരുക്ഷേത്ര ഭൂമിയായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.